അല്ല, അത്തരം വിമർശനങ്ങളിലൊന്നും കോൺഗ്രസ് പങ്കാളിയല്ല. സമുദായ സംഘടനകളോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് എല്ലാ സമുദായങ്ങളോടും ബഹുമാനത്തോടെ അവരുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ തന്നെ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്തരം പ്രചരണങ്ങളിലൊന്നും കോൺഗ്രസിന് ഒരു പങ്കാളിത്തവും ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഉണ്ടാവില്ല. സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമായി തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. അല്ല, ഞാൻ അക്കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ഉള്ളൂ. അത് വിജയകരമായി പരീക്ഷിച്ചതിന്റെ ഫലമായിട്ടാണല്ലോ ഛത്തീസ്ഗഡിലെ സംഭവങ്ങൾ ഉണ്ടായത്. ഒപ്പം നിർത്താനുള്ള വിജയകരമായ പരീക്ഷണമാണ് അവരുടെ നമ്മുടെ BJPയുടെ മുഖപത്രമായ കേരളത്തിലെ അവരുടെ RSSന്റെ മുഖപത്രത്തിന്റെ എഡിറ്റോറിയലും. അപ്പോൾ ഓരോ സമൂഹം അത് തന്നെയാണ് അവരുടെ ഓരോ നിലപാടും. അപ്പോൾ ഓരോ സമൂഹത്തെയും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാത് സമയങ്ങളിൽ നിലപാടെടുക്കുക, അതേ സമയത്ത് തന്നെ അവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെ. അവർക്ക് വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട്. അത് RSSന്റെ അജണ്ടയാണ്. ആ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷതാ സമ്പ്രദായങ്ങളെയെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമുദായങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു PR വർക്കായിട്ട് കണ്ടാൽ മതി. ഇതിലൊന്നും ജനങ്ങൾ വീഴില്ല. അവർക്കറിയാം ആരാണ് ഇത്തരം കാര്യങ്ങൾ ശരിയായ നിലപാടെടുക്കുന്നത്. അവർക്കറിയാൻ പറ്റും. അതൊന്നും ബേജാറാവണ്ട, പെട്ടെന്ന് വരും.